ഹായ്. സംഘികൾക്ക് സത്യം പറഞ്ഞ കഷ്ടകാലാട്ടോ, പെരിഞ്ചായി കഷ്ടകാലം. എന്തോരം നല്ല നല്ല വർഗീയതകൾ പറഞ്ഞു വന്നിരുന്നേ. ഇപ്പൊ എന്താ അറിയില്ല, പോലീസുകാർ കാണുന്നോടത്ത് വെച്ച് പിടിക്കുക, കാണുന്നോടത്ത് വെച്ച് പെരുമാറുക. ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ? അത് ഈ കൊച്ചു കേരളത്തില് അങ്ങ് യു പി ആന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നും ഇങ്ങോട്ട് എഴുതുന്നത്. ഇതിന്റെ മുമ്പ് പിന്നെ ഒരുത്തിണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ പറയാ. ഇപ്പൊ ആരെ കുറിച്ച് പറയാനാ വന്നിക്കണ അറിയോ? ദാ ഈ മറ്റേ കോഴി ദീനം വന്ന കോഴിയുടെ മാതിരി നീച്ചിട്ട് നിൽക്കാനോട്ട് ജീവമല്ല. എന്നാ തൊള്ളയിന്ന് ആ ഒരു ഇത്തര പോകുന്ന തൊള്ളയിന്ന് വരുന്ന വർഗീയതക്ക് ഒരു കണക്കും ഉണ്ടാവൂല. മൂപ്പര് പൊക്കെ കഴിഞ്ഞിട്ട് ഹിന്ദു ഉണരൂ, ഹിന്ദു ഉണരാതെ ഇവിടെ ഒരിക്കലും നീതി കിട്ടൂല. ഇയാള് നീതി സ്റ്റോറിലല്ലേ വർക്ക് ചെയ്യുന്നത്, നാട്ടുകാർക്കൊക്കെ നീതി വാങ്ങിക്കൊടുക്കാം. ഹിന്ദുക്കളെ കാര്യം നോക്കാം ഓലിക്കാറി. നിങ്ങൾ ചാണകത്തിന്റെ പയ്യന്റെ കാര്യം നോക്കിയാൽ മതി. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, അർജുനായങ്കിയെ പിടിച്ച കേസില് പോലീസുകാരോടും സർക്കാരിനോടും ജനങ്ങൾ ഇറങ്ങി ചോദിച്ചു, എന്ത് ഇത്ര അധികം പച്ച വർഗീയത പറഞ്ഞ ഇയാൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അർജുനായങ്കിനെ പിടിക്കാൻ കാണിക്കുന്ന ഈ ആവേശത്തിന്റെ 10 മടങ്ങൊന്ന് കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഇത്രയും ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെടില്ലായിരുന്നു. എത്ര വർഗീയതകളാണ് ഇവരെ ഈ സംഘപരിവാർ പടച്ചുവിടുന്നത്. ഏതിനെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് ഒരു നിയമപരമായിട്ട് നേരിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിനാദ്യം നിങ്ങൾ മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മറ്റേ കേരള പോലീസ് അതിനൊന്നാൾ ഒരുങ്ങിയെന്ന് മാത്രമല്ല, മൂപ്പരതാ കോഴി കിണറ്റിൽ ഊണമാതിരി തൂക്കിയെടുത്തുകൊണ്ട് ജീപ്പ് കയറ്റണു. ജീപ്പ് കയറ്റുമ്പോൾ ഭയങ്കര ചിരിയാ. ഡെയ്യൊക്കെ ചെയ്തിട്ടാ വെക്കണേ. മൂപ്പര് കല്യാണത്തിന് കൊണ്ടുപോകാന്ന വിചാരം. ഡെയ്യൊക്കെ ചെയ്തിട്ടാണ് മൂപ്പര് പോണത് പോലീസ് ജീപ്പില്. അപ്പോ അതിനിപ്പോ എങ്ങനെയെങ്കിലും പോട്ടെ. സംഗതി പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാല്, പുള്ളിക്കാരന്റെ കഷ്ടകാലം തുടങ്ങി. കാരണം ഡൽഹിയിൽ നടക്കുമ്പോൾ നരേന്ദ്രമോദിനെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടിയിട്ടും BJP ഒന്ന് അങ്ങോട്ട് വാഴ്ത്താൻ വേണ്ടിയിട്ടും പറഞ്ഞതാ. ഇവർക്ക് ഈ വേഷം തുപ്പിയിട്ടുള്ള ശീലല്ലേ ഉള്ളൂ. ആ ഒരു ഫോളോ അപ്പിൽ അങ്ങനെ പറഞ്ഞു പോയതാ മൂപ്പര്. പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം പെരക്കാരി വരെ ആട്ടിയിരിക്കുകയാണ്. അമ്മാരത്തെ വർത്താനം മൂപ്പര് പറഞ്ഞിരിക്കണത് ഈ കോളേജ് കുട്ടികളൊക്കെ കുറിച്ചിട്ട്. എന്തായാലും ആൾക്ക് പിടി വീണിക്കുള്ളൂ. 10 ദിവസമായി പോലീസുകാര് മറ്റേ ഇയാളെ നിരീക്ഷിക്കുകയാണ്, നിരീക്ഷണത്തിലാണ്, അന്വേഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ അർജുനായകിന്റെ കാര്യം വന്നപ്പോ ഇനി എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല, കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിട്ട് ആളെന്തായാലും തൂക്കിയെടുത്ത് പൊയ്ക്കണു. ഇനി ഒരാളും കൂടി പഠിച്ചാണ്ട് എല്ലാ സംഖ്യകളെയും നന്നാക്കലൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല. മറ്റാള് പറഞ്ഞ മാതിരി എലിയെ പേടിച്ച് ഇല്ലം ചൂടാന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ നമുക്കിപ്പോ ഇല്ലം ചൂടാനും നടക്കണ്ട, ഓരോന്നിനെ തല്ലാനും നടക്കണ്ട. ഇങ്ങനെ അതായത് ഇത്തരത്തിലുള്ള പച്ച വർഗീയതകൾ ഈ മലയാളികളുടെ അടിയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ പടച്ചുവിടുന്ന സമയത്ത് ഓൽക്കെതിരെ 2 ആൾക്കെതിരെ ഇങ്ങനത്തെ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് ഒതുങ്ങിക്കോളൂ. ഇവര് സംഘപരിവാറാണ്, ഇവർക്ക് മാത്രം ഒരു പ്രത്യേകതരം പുസ്തകമാണ്, പ്രത്യേകതരം ക്ലാസ് ആണ്. എന്നിട്ട് അതും വെച്ച് ഇങ്ങനെ തൊള്ളി തോന്നിയത് വിളിച്ച് പറ. ഞാനിപ്പോ സംഘപരിവാർ വർഗീയതക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഓൽക്ക് വിഷമാകണ്ട. ഇത് പറയുന്ന ആളുകളുണ്ട്. ആരാ അറിയോ? നമ്മളെ വെറുതെ തൊള്ളിടുന്ന മറ്റേ എന്താ ചങ്ങായിന്റെ പേര്, ഡോക്ടർ റോബിൻ അല്ലേ, അതിനല്ലേ പേര്? ആരാ ഡോക്ടർ ആക്കിയാവോ? ഓനോന്റെ തൊള്ളേന്റെ പറയുന്ന വോയിസ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം. അതിനു മുമ്പ് ഇതേപോലെ തന്നെ അടുത്ത ഒരാളെയും കൂടി ഉടനെ പൊക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരനെ അറിയോ? നമ്മളെ അർജന്റീനക്കാർക്ക് അർജന്റായിട്ട് പിന്നെ അർജന്റീനയിൽ കൊടുത്തതാണ് ഈ കേരളത്തിൽ നിന്നോ അത് ഇവിടുന്ന് സംഘപരിവാർ എന്തൊക്കെ കൊടുത്തതാണ്. മുമ്പത് മറ്റേ സംഘപരിവാറിന്റെ ആയിരുന്നു ഏത് അർജന്റീന. 37 വന്ന് പറയണേ, ഞങ്ങള് അന്നത്തെ ഒരു അർജന്റീന കൊടുത്തതാണ്, അങ്ങനെ അർജന്റീന ആയത്. എന്നിട്ട് ഇപ്പൊ അർജന്റീന മെസ്സിനെ അടക്കം കണ്ടി തിരിച്ചു വാങ്ങാനുള്ള പരിപാടിക്കാണ് 37 നിൽക്കുന്നത്. ആര്? നമ്മളെ ശശികല ടീച്ചർ അറിയില്ലേ? എന്തോ ഒരു ടീച്ചറാണ് ആ ടീച്ചർ. അറിയാത്തവരാരായിട്ടും ഉണ്ടാവൂല. എന്നാലും ഞാൻ പറയാ, ഈ പറഞ്ഞ ഞാനൊന്നും അതിനെ ടീച്ചറെന്ന് ഒരിക്കലും ഈ തമാശക്ക് പോലും എന്ന് ട്രോളാൻ പോലും വിളിക്കാൻ എനിക്ക് ആഗ്രഹമല്ല. അതെന്താ വെച്ചാൽ അത്ര നല്ല ഗുണാണ് 37ക്ക്. പത്തര മാറ്റല്ലേ. 37ക്കും കൂടി ഒരു പണി നല്ല കിട്ടണം. പണ്ട് കോടതി ഒരു വിലക്കിയതാണ് ഇതുപോലെ പച്ച വർഗീയത അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട്. ഇനി അതൊക്കെ അവിടെ കെട്ടെ. ഇനിയിപ്പൊ ഞാൻ സംഘപരിവാറിന് അല്ലെ BJPക്കാരെ വർഗീയത ആക്കി എന്നുള്ള പരാതി വേണ്ട ഞങ്ങൾക്ക്. നമ്മളെ റോബിൻ പറയുന്ന ഒരു വോയിസ് റെക്കോർഡിന്റെ ഏതറിയോ? ഇലക്ഷന് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിയതാ. പക്ഷെ സീറ്റ് കിട്ടി തോറ്റപ്പോഴാണ് ഇത് പുറത്തു പോണത്. എന്തായാലും അത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചുതരാം, ഒന്ന് കേട്ടോക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ക്ലെവറായിട്ട് പറഞ്ഞു, സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോ എന്ത് ചെയ്ത്, എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറിലെ സാധനം എടുത്ത് കാണിച്ചപ്പം
ഒരിക്കലും ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ക്യൂരിയോസിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നതെന്നായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അവരത് ചിന്തിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ. ഇനി ഞാൻ ഈ ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു പൊളിറ്റിക്സ് യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയാന്ന് വെച്ചോ, മനസ്സിലായില്ലേ, എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിച്ചാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഞാൻ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ട് ബ്രോ. എത്ര പേര് വന്നാലും എത്ര ആൾക്കാർ വന്നാലും എല്ലാവരുടെ കൂടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എനിക്ക് അതിലൊന്നും ഒരു മടി എന്തില്ല. കാരണം ബ്രോ എഴുതി വെച്ചു ബ്രോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും ഞാൻ, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വരെ ഞാൻ MLA ആയിട്ട് കൈവക്കുന്ന സാധനം മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് നമ്മളെ BMW മറ്റേ സാധനമൊക്കെ വെച്ച് പോണതാണ് പച്ച വണ്ടിയില്. ആലോചിച്ച് നോക്കണേ, പച്ച വണ്ടിയില് മനസ്സിലായ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും എന്റെ ഇതിൽ നിന്നും ഞാൻ ഡീസൽ അടിച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയ ബ്രോ, ആരുണ്ട് ബ്രോ അതേപോലെ ഒരു പൊളിറ്റീഷ്യൻ? എന്ന് വെച്ചാൽ നമ്മുടെ ലുക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നമ്മളെ പ്രവൃത്തിയാണ് എന്ത്. ആ പ്രവൃത്തിയിൽ ജനങ്ങൾക്കും വേണ്ടി 200% ഇടും, എനിക്കും വേണ്ടി ഇടും. ഞാനൊരു പക്ക ബിസിനസ്മാൻ ആ സമയത്ത്, മനസ്സിലായില്ലേ? കാരണം ജനങ്ങൾക്കും ചെയ്ത് നാട്ടിനും ചെയ്ത് നമുക്കും ചെയ്ത ആർക്കും പരാതി ഇല്ലെന്നേ, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോവാൻ നിങ്ങളെ പോലെ ഒരാളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം എന്നെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാപ്പ് ചെയ്യാൻ പറ്റും. കേട്ടില്ല നിങ്ങളെ? എനിക്കിത് കേട്ടപ്പോ എന്താ ഓർമ്മ വരില്ല, പണ്ട് തെലുങ്ക് സിനിമയിൽ നായകനായി അഭിനയിച്ചില്ലേ, പോസ്റ്റർ അടിച്ച ആ പോസ്റ്ററിന് 100 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. ആ ചെറുക്കനെ അടക്കം വിളിച്ചു പറഞ്ഞു, ഏത് ഇപ്പം 100 രൂപ കൊടുക്കാത്ത ആ ഓനാ പറയണത് എന്ത് ഇന്ത്യ മറ്റേ എന്താ പറയാ ഗവൺമെന്റിനെ തന്നെ മറിച്ചിടല്ല ഒരു ശേഷിയുള്ള ഒരാളാണ്. മറ്റേ ആ വിജയുടെ പടം കണ്ടിറങ്ങിക്കാ തോന്നുന്നു ചങ്ങായി. ഇതിങ്ങനെ കിളി പോയപ്പനൊക്കെ ആരെ ഡോക്ടറാക്കി എനിക്കൊരു പിടുത്തമല്ല. ഇവ എന്താ ഈ കാട്ടിന് പോലീസുകാരെ അടിയിൽ വന്നിട്ട് വെറുതെ തൊള്ളിടുക, വള്ളടിച്ച പോലീസുകാര്. എന്നിട്ട് അതിന് എവിടേക്ക് ഗ്യാപ്പ് കിട്ടുക, ഉടുക്കും തിരിഞ്ഞു നിൽക്കുക, മറിഞ്ഞു നിൽക്കുക. എന്ത് തരം പട്ടിഷോണ് ഈ കാണിക്കുന്നത്? ഒരു പിടുത്തമല്ല. ഇവിടുന്ന് അവനൊക്കെ കുറ്റിയും പറിച്ച് രാവിലെ വരുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ ദിൽഷനോടൊക്കെ ഭയങ്കര ബഹുമാനം. കാരണം എന്താ അറിയോ, ആദ്യം ആ പെണ്ണിനോട് എല്ലാവരും ട്രോൾ ചെയ്യുന്നു. എന്ത് നീ ആരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു മഹാസംഭവം നടനൊക്കെ കിട്ടിയിട്ടും നീ വേണ്ടെന്ന് പറഞ്ഞു എന്ന്. ഇവൾക്ക് 1 മണിക്കൂർ ഇരുന്നപ്പോ തന്നെ ഇവന്റെ പിടുത്തം കിട്ടിക്കൊണ്ട് തല്ലി അങ്ങോട്ട് മറിച്ചാണ് എന്നുള്ളത്. ഇത് മനസ്സിലാകാത്ത എന്നിട്ട് സംഖ്യാലയത്തിക്കാ ചെന്നിക്കണം തള്ളാന്. ഇവർക്ക് തള്ള ഏതാ സത്യം ഏതാന്ന് ഒന്നും അറിയില്ല. ഇപ്പോ മറ്റേ ഇയാള് പറയുന്നുണ്ട് സവർക്കറിനെ കുറിച്ചിട്ട്, സവർക്കർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണെന്ന്. ഒരു തെളിയിക്കൊന്നും വേണ്ട, ഒന്ന് പറയാറിനറിയും. എന്താ പോലെ ചെയ്യാ? എനിക്ക് ഈ ചങ്ങായിയുടെ മുമ്പലെ സവർക്കറിന്റെ ഫോട്ടോ കണ്ട അപ്പൊ പഞ്ചാബി ഹൗസിൽ മറ്റോ പറയും, ബാറ്റ കമ്പനിയിൽ പോലും ഇല്ല ഇത്ര ഷുവറിയില്. അതിനുശേഷം അതേമാതിരി എനിക്ക് തോന്നുന്നു ഇത് വെച്ച് ഏതുവരെ പോകും ഒരു പിടുത്തമല്ല. എന്നാലോ ഈ തൊള്ളയിന്ന് വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇവർക്ക് ചോറുന്ന അന്തല്ല പറ്റയ്ക്ക് എന്താ പറ്റുന്ന പറയണു. ഒരു കാര്യമല്ല പറഞ്ഞ നമ്മൾ പൊട്ടന്മാരാന്ന് ആകുക എന്നല്ലാതെ ഇവരെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. കാരണം ഇവറ്റ തിന്നണ അരിയല്ല, ഇവറ്റ തിന്നണ അതൊക്കെയാണ്. അതിൻ്റെ ഒരു മാറ്റവലിയിലുണ്ടാവും. വെറുതെ നേരം വെളുത്തിട്ട് ഇന്നിപ്പോ എന്താ മുസ്ലിങ്ങൾ ചെയ്യണു, ഇന്നിപ്പോ എന്താ ക്രിസ്ത്യാനി ചെയ്യണു. ഇതിങ്ങനെ നോക്കി നടക്കുക. ഇവരെ രണ്ടാളെയും കഴിഞ്ഞിട്ട് വേണം പോലിക്ക് പിന്നെ ഈ മറ്റേ താഴത്തേക്കുള്ള പോലെ ജാതിയും ഐത്തൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാന്. ആദ്യം അതിന് ഇവരെ കിട്ടണ്ടേ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കിട്ടണ്ടേ. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങനെയാണ്, അതിങ്ങൾക്കൊക്കെ അറിയാലോ. ഏതിനെ പോയാലും ഇപ്പൊ ഒരു വിമാനം മുകളിൽ കൂടെ പൈലറ്റിന്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയിട്ട് വേറെ വഴിക്ക് തിരിഞ്ഞു പോയാൽ അതും ജിഹാദി ആയിരിക്കും, അതും വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് മറ്റൊരു തിരിച്ചു വിട്ടതാക്കാറ്. ഇങ്ങനെയാണ് ആകാശത്തുള്ളതും കടലിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവൻ മറ്റേ മുസ്ലിങ്ങളുടെ മണ്ടക്കിടലാണ്. ഈ നേരിട്ട് വെളുത്താ ഇതാലോചിച്ച് ഇന്നിപ്പോ എന്തുണ്ടാക്കാം, ഇന്നിപ്പോ എന്ത് പറയാം. ആ ഒട്ടകഗോപാലിനൊക്കെ പണ്ട് കാലത്ത് സകല വാർത്താ ചാനലും ഉണ്ടായിരുന്നു. എന്തിന് ഇതേമാതിരി എന്തെങ്കിലും പറയാന്. അവസാനം എന്ത് ചെയ്തു, ഇപ്പൊ നരേന്ദ്രമോദി ഈ അടുത്ത് ഇവിടെ വന്ന സമയത്ത്
എന്താ പറയാ സ്റ്റേജിന്റെ സൈഡിലും കൂടി നിൽക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. ഇത്ര കാലം വേണ്ടി വർഗീയതയും പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. എന്ത് നന്നാവണല്ലേ? അതൊന്നും നന്നാവൂല. എന്തായാലും മറ്റാളെ കൊണ്ടുപോയിട്ടുണ്ട് ആരനെ? BJPയുടെ ബുദ്ധിജീവിയായ വളരെ ശക്തിയുള്ള വളരെ എന്താ പറയാ ഗാംഭീര്യമുള്ള ആ ഒരു നേതാവില്ലേ എന്നിട്ട് ആ പറച്ചും കൊണ്ട് പറയുന്നത് TG മോഹൻ ദാസ് അല്ലേ? പേരൊക്കെ കേട്ടാ തോന്നും. ആ പേരെന്നെ ഉള്ളൂ, തലയിലൊന്നുമില്ല. എന്തായാലും ആളെ പൊക്കിയിരിക്കണു. ഇനിയിപ്പോൾ വരും. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എന്താ, വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒതുങ്ങും. കാരണം എന്താ അറിയോ, ഇതിൻ്റെയൊക്കെ പേടിച്ച സാധനങ്ങളുള്ളൂ. അല്ലാതെ ഈ ബിൽഡപ്പ് ഈ തൊള്ളേണ്ട് പറയണൊക്കെ ഇവര് ചെയ്യുകയാണെങ്കിൽ ഇവരിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും? അതിലൊന്നും കാര്യമില്ല. എന്നാ ഞാൻ പോട്ടെ. ഭാരത് മാതാ കീ. ശരി എന്നാ.